പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ത്വൽഹത്ത്, റോയൽ കസ്റ്റം മോട്ടോഴ്സ്, കാവന്നൂർ, മലപ്പുറം ജില്ലയിലെ. ഒരുപാട് ആളുകളുടെ സംശയമാണ് റോയൽ എൻഫീൽഡ് ECM വല്ലാതൊരു കംപ്ലയിൻറ്റ് വരുന്ന ഒരു ഭാഗമാണ്. റോയൽ എൻഫീൽഡ് ECM BS6 വാഹനങ്ങളുടെ ECM വല്ലാതെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. 4000 സംതിങ് ആണ് അതിന് വില വരുന്നത്. അപ്പോൾ ECM സർവീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ആളുകൾ എന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ECM ഞാനൊരു ECM ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ കാണിക്കുകയാണ്. അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സർവീസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ECM സർവീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ സാധാരണ എല്ലാ വാഹനങ്ങളുടെ ECM സർവീസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ റോയൽ എൻഫീൽഡിൻ്റെ ECM എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു UC സ്റ്റാൻഡേർഡിൻ്റെ BS6ൻ്റെ ECM ആണ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ECM സർവീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ ECM എല്ലാ വണ്ടികളും സർവീസ് ചെയ്യാൻ പറ്റും, നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ BS6 UC സ്റ്റാൻഡേർഡിൽ വരുന്ന ECM എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് നമുക്ക് പൊളിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കണ്ടത് കംപ്ലീറ്റ് പേസ്റ്റിംഗ് ആണ്. ഇതൊക്കെ ഞാൻ പേസ്റ്റ് ചെറിയ രീതിയിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ സർവീസ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് വല്ല പിന്ന് ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേമാതിരി ഈ പിന്നൊക്കെ ബ്രേക്ക് ആവുന്നൊരു വിഷയം കൂടുതലായിട്ട് കാണാറുണ്ട്. അങ്ങനത്തെ കംപ്ലയിൻ്റൊക്കെ നമുക്ക് തീർത്തെടുക്കാൻ പറ്റും. അതല്ലാതെ ബോർഡ് വൈസ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ഈ ഒരു ECM നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ECM സർവീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊരു ആൻസറാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ECM പൊളിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉണ്ടല്ലേ, കംപ്ലീറ്റ് സിലിക്കോൺ ഇട്ടിട്ട് കംപ്ലീറ്റ് പേസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഈ ബോർഡ് നമുക്ക് ഫ്രീ ആയി കിട്ടിയാൽ തന്നെ നമുക്ക് ECM സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ഭാഗം കംപ്ലയിൻ്റ് ആയെന്ന് ചെക്ക് ചെയ്യാൻ വരെ പറ്റാത്തൊരവസ്ഥയിൽ ECM ആണ് നമ്മൾ UC സ്റ്റാൻഡേർഡിന് കൊടുക്കുന്നത്. പിന്നെ ഇൻ്റർസെപ്റ്റർ ആ ഒരു ടൈപ്പ് ECM ഒക്കെ സർവീസ് ചെയ്യാം കേട്ടോ. ഇൻ്റർസെപ്റ്ററിൻ്റെ ഒക്കെ സർവീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മോഡൽ വരുന്ന BS6 വരുന്ന ഈ ഒരു ടൈപ്പ് ECM ഒരിക്കലും സർവീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ വല്ല കാര്യങ്ങളോ, അതായത് ഈ പിൻ ബ്രേക്കിങ് ഒരു കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ വല്ലാതെ വെള്ളം കയറിയിട്ട് പിന്നെ ബ്രേക്ക് ആവുക, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് അത് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാതെ ബോർഡ് വൈസ് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും ECM സർവീസ് ചെയ്യൽ പോസിബിൾ അല്ല. അപ്പം ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ചെറിയൊരു വീഡിയോ ചെയ്തത്. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.